KSRTC ബസ്സുകളിലെ ഡോറിൽ കെട്ടിയ കയർ മുറിച്ചു മാറ്റണമെന്ന ഉത്തരവിൽ വലഞ്ഞ് യാത്രക്കാരും ജീവനക്കാരും. കയർ ഒഴിവാക്കിയത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് പരാതി. കയർ കഴുത്തിൽ കുരുങ്ങിയുള്ള അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി മാനേജ്മെന്റ് എടുത്ത തീരുമാനമാണ് കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കുന്നത്. KSRTC ബസ്സുകളിലെ ഡോറിൽ അപകടകരമായി കെട്ടിയിരിക്കുന്ന കയറുകൾ മുറിച്ചു മാറ്റണമെന്ന് കുറച്ച് ദിവസം മുമ്പാണ് KSRTC ഉത്തരവിറക്കിയത്. അത് നടപ്പായിട്ടുണ്ടോ നോക്കിയാലോ? കിടക്കുന്നു, കയറ് മുറിച്ചിട്ടില്ല. മാനേജ്മെന്റിന്റെ തീരുമാനം കുറേ ബസ്സുകളിൽ നടപ്പാക്കി, കുറേ ബസ്സുകളിൽ ഇപ്പോഴും നടപ്പാക്കിയിട്ടില്ല. പക്ഷെ പുതിയ തീരുമാനം യാത്രക്കാർക്കും ബസ്സിലെ ജീവനക്കാർക്കും വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഈ ബസ്സിലെ കയറ് അഴിച്ചു കഴിഞ്ഞാൽ എന്തോ ബുദ്ധിമുട്ട് എങ്ങനെയാണ്? ബുദ്ധിമുട്ട് യാത്രക്കാർ പാസഞ്ചേഴ്സ് കയറി കഴിഞ്ഞാൽ അടയ്ക്കാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ കയറി ഒരാൾ അടയ്ക്കാൻ പറഞ്ഞാൽ സ്ത്രീകളൊക്കെ ആണെങ്കിലും അടയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അവർ ഇങ്ങനെ പിടിച്ചവർ അടയ്ക്കില്ല. അവർ നേരെ മേളിൽ കയറത്തേയുള്ളൂ. സാധാരണ ഇവിടെ ഇരിക്കുന്ന ഒരാളായിരിക്കും കയറിനകത്ത് കയറിവിടെ ആയിരിക്കില്ല കെട്ടുന്നത്. ഇത് നമ്മൾ കയറിനകത്ത് പിടിച്ച് അടയ്ക്കും. പക്ഷേ ഇവിടെ ഇരിക്കുന്ന ആൾ എപ്പോഴും എണീറ്റ് വന്നിട്ട് അടയ്ക്കുമോ? അടയ്ക്കത്തില്ല. ഇപ്പോൾ അവർ തുറന്ന് ഈ പോകുന്ന ഇതങ്ങ് പോവും. നേരെ കയറുണ്ടെങ്കിൽ ഡോർ ഇവിടെ നിൽക്കും. ഇത് അങ്ങോട്ട് പോകില്ല. ചിലപ്പോൾ അവിടെ ഒരു വണ്ടി പാർക്ക് ചെയ്തേക്കുമായിരിക്കും. ആൾക്കാർ ഇറങ്ങുന്നവർ ശ്രദ്ധിക്കില്ല. ഇറക്കാൻ വിടും. ഈ ഡോറിൽ നിന്ന് എടുക്കും. അതിൽ ഏറ്റവും ഫ്രണ്ട് ഡോറിലെ വണ്ടികളുണ്ട്. ഈ തിരക്കൊക്കെ കൂടുമ്പോഴും ഈ ഡോറൊക്കെ അടയ്ക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ട് കൂടുതലാണ്. കാര്യം അത്രയും സമയം ഓരോ സ്റ്റോപ്പിലും അത്രയും സമയം പോകും. കയറുള്ളപ്പോഴാണെങ്കിൽ യാത്രക്കാർ കയറുന്ന സമയത്ത് അവർ ആ കയറിലും കൂടെ പിടിച്ചുകൊണ്ട് കയറുന്നു. ഇപ്പം വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുക ഞങ്ങൾ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കയറുന്ന യാത്രക്കാർക്ക് ഇങ്ങനെ ആഞ്ഞു കടന്ന് പിടിക്കേണ്ടി വരും. പ്രൈവറ്റ് ബസ്സുകളുടെ സ്ഥിതി ഇത് തന്നെയാണ്. അവർക്ക് കയറിട്ടിട്ടുണ്ട്. ഈ കയറ് ഇപ്പോൾ അറുത്ത കയറിൽ ഈ ഫുട്ബോർഡ് ഒരാളിങ്ങനെ ഇറങ്ങി വരെയാണ്. ഇത്തിരി കീടം കൂടെ അടിച്ചിട്ടുള്ളവനാണെങ്കിൽ ആകെ കുഴപ്പമാണ്. കാരണം യമ ഇങ്ങനെ ഡോർ തള്ളുമ്പോൾ ചിലപ്പോൾ ഇവൻ്റെ കാല് നിന്നില്ല, യമൻ കമന്നടിച്ചിട്ട് വീഴുന്ന അവൻ നെറ്റി പൊട്ടി അവന് തലയിൽ അപകടവും ഉണ്ടാവും. പിന്നീട് ഈ ഡോർ ഇങ്ങനെ തുറക്കുമ്പോൾ കണ്ടക്ടർ ഒന്ന് ബാക്കിലായിരിക്കും, അല്ലെങ്കിൽ ഫ്രണ്ടിലായിരിക്കും. ഈ യാത്രക്കാരെന്ന് പറഞ്ഞാക്കുന്ന ആളുകളല്ല മലയാളി അറിഞ്ഞൂടെ. അപ്പോൾ അവന്മാർ തുറന്നിട്ടിട്ട് പോകും. KSRTC ബസ്സിൽ പുതിയ പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവരുന്നത് നല്ലതാണ്. പക്ഷെ നമ്മുടെ ബസ്സിൻ്റെ അവസ്ഥ കൂടി ഒന്ന് പരിഗണിക്കണ്ടേ? എന്തെങ്കിലും ആധുനിക സംവിധാനത്തിൽ ഈ ഡോർ അടയുന്ന രീതിയിലായിരുന്നുവെങ്കിൽ ഈ പറഞ്ഞതിനൊക്കെ കാര്യമുണ്ടായിരുന്നു. ഇത് പ്രായമായ ആളുകളാണ് ബസ്സിൽ കയറുന്നത്. അവർക്കൊക്കെ ഇങ്ങനെ ഡോർ വലിച്ചടയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഏതായാലും ഈ തീരുമാനത്തോടു കൂടി വലിയ ബുദ്ധിമുട്ടിലായിരിക്കുന്നത് യാത്രക്കാരും ജീവനക്കാരുമാണ്. പ്രൈം ശശിക്കൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.